Hi friends, I am Foodies in a new video. Welcome to I am making cauliflower curry. Now, we will see the video. I will cauliflower clean cut. This is cut. അതിനായിട്ട് ഞാൻ ഒരു പിടുത്തം തേങ്ങ നന്നായിട്ട് ഒരു പിടുത്തം തേങ്ങ എടുത്ത് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വറുത്തെടുക്കാം. കാരണം നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ച് തേങ്ങ വറുത്തെടുക്കാം. കുറച്ചും കൂടി വേണമെങ്കിൽ കുറച്ചും കൂടി തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ. ഇതിന് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്നോടം വരെ വറുത്തെടുക്കണം. അപ്പോൾ ഇത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. ഒരു 2.5 ടീസ്പൂണോളം മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നോളം വരെ വറുത്തെടുക്കണം. ഇപ്പോൾ പൊടിയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി വെക്കാം. ഇപ്പോൾ ഓഫാക്കിയതിന് ശേഷം കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇനി നമുക്കിത് തണുത്തിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് കോളിഫ്ലവർ വേവിച്ചെടുക്കണം. കോളിഫ്ലവർ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ, കുറച്ച് എടുത്തിട്ടുള്ളൂ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു പച്ചമുളക് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം ഗരം മസാലേൻ്റെ ടേസ്റ്റ് ഈ കറിയിൽ ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ ഗരം മസാല ചേർക്കുന്നില്ല. അപ്പം അത് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ വെള്ളം പാകത്തിന് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊരു തിളയൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയത്ത് നമുക്ക് തേങ്ങയൊക്കെ തണുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളം കൂട്ടാതെ തന്നെ അരച്ചെടുക്കണം. അല്ലെങ്കിൽ കറിക്ക് ഒരു നല്ലൊരു കളറും കിട്ടില്ല, വേറൊരു ടേസ്റ്റും ആയിപ്പോൾ. അപ്പം അത് വെള്ളം കൂട്ടാതെ തന്നെ അരച്ചെടുക്കാം. ഇതേപോലെ പൊടിഞ്ഞ് കിട്ടുള്ളൂ, നന്നായിട്ട് അരഞ്ഞിട്ടില്ല. അപ്പോൾ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ നല്ലൊരു പേസ്റ്റ് പോലെ കിട്ടും. അരച്ചതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അധികം വേവൊന്നുമില്ല, കോളിഫ്ലവർ പെട്ടെന്ന് തന്നെ വെന്തിട്ട്. അരപ്പ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഇനി നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ കോളിഫ്ലവർ കറി റെഡി ആയിട്ടുണ്ട്. ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറവിട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കോളിഫ്ലവർ കറി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും.